everyone, welcome back to Neo Home Tuition. I hope everyone has a great day so far, right? അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മിസ് ഇന്ന് പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ. അപ്പോൾ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എല്ലാവരും റെഡി ആണല്ലോ? All right. Which state will host the Galo India Youth Games 2025? ഏത് സ്റ്റേറ്റ് ആണ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും അപ്പോൾ ആൻസർ ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ ഫോർമുലകളെ കുറിച്ചാണ്. എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുക, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് കെമിക്കൽ ഫോർമുല എന്നുള്ളത് ആദ്യം അറിയണ്ടേ? സോ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് വിച്ച് ഇസ് സിംബോളിക് റെപ്രസെൻറ്റേഷൻ അല്ലെ, ഇറ്റ് ഇസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കോമ്പോസിഷൻ. ഒരു കെമിക്കൽ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെമിക്കൽ ഫോർമുലാസ് ഇസ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് ദാറ്റ് കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓൾ റൈറ്റ്. സോ കെമിക്കൽ ഫോർമുല എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് വാലൻസി എന്നുള്ളത്. എന്താണ് വാലൻസി എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് കെമിക്കൽ ഫോർമുലയിലോട്ട് കിടക്കാൻ പറ്റുള്ളൂ. സോ എന്താണ് വാലൻസി? Yes, valency is the combining power or combining capacity of an element. ഒരു എലമെന്റിനെ എത്ര ആളുകളുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ കമ്പൈനിങ് പവറിനെ അല്ലെങ്കിൽ കമ്പൈനിങ് കപ്പാസിറ്റിയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ കുറെ എലമെന്റ്സിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാലൻസി കൊടുത്തിട്ടുണ്ട്. സോഡിയം നോക്കിക്കേ, സോഡിയം Na+. സോ പ്ലസ് ആൻഡ് മൈനസ് മാറ്റി വെക്കുക, അവിടെയുള്ള നമ്പറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ Na+ എന്നുള്ളത് അതിനർത്ഥം സോഡിയത്തിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി 1 ആണ് എന്നാണ്. പൊട്ടാസ്യം ആണെങ്കിലോ അതിനും 1 ആണ്, സിൽവറിനും 1 ആണ്, കോപ്പറിനും 1 ആണ്. ഇനി കമ്പൈനിങ് കപ്പാസിറ്റി 2 ഉള്ള ആളുകൾ ആരൊക്കെയാ? മഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, അയൺ ആൻഡ് കോപ്പർ. ഇനി കമ്പൈനിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വാലൻസി 3 ആയിട്ടുള്ള ആളുകളാണ് അലൂമിനിയവും അയണും. ഓക്കെ, ഇനി ഇതൊക്കെ മെറ്റൽസ് ആണല്ലോ. ഇനി നോൺ മെറ്റൽസിന്റെ കേസിൽ കമ്പൈനിങ് കപ്പാസിറ്റി 1 ആയിട്ടുള്ള ആളുകളാണ് ഹൈഡ്രജനും ക്ലോറൈഡും ബ്രോമൈഡും അയോഡൈഡും ഒക്കെ. ഇനി ഓക്സൈഡ് ആണെങ്കിലോ അതിന് വാലൻസി 2 ആണ്. സൾഫൈഡ് ആണെങ്കിലും വാലൻസി 2 ആണ്. നൈട്രൈഡിന്റെ വാലൻസി എത്രയാണ്? 3 ആണ്. ഇനി അമോണിയം ആണെങ്കിലോ ഒരു പോളി അറ്റോമിക് അയോൺസ് ആണ്, NH4+ ആണ്, വിച്ച് മീൻസ് അതിന്റെ വാലൻസി 1 ആണ്. ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ OH- ആണ്, അതിന്റെയും വാലൻസി 1 ആണ്. ഹൈഡ്രജൻ കാർബണേറ്റ് ആണെങ്കിലോ HCO3- ആണെങ്കിലോ അതിന്റെയും മൈനസ് ആണ്, ജസ്റ്റ് ഒരു മൈനസ് അല്ലേ ഉള്ളൂ. സോ അതിന്റെയും വാലൻസി 1 ആണ്. ഇനി കാർബണേറ്റ് ആണെങ്കിൽ CO3 2- ആണ്, വിച്ച് മീൻസ് അതിന്റെ വാലൻസി 2 ആണ്. സൾഫൈറ്റ് ആണെങ്കിലും സൾഫേറ്റ് ആണെങ്കിലും രണ്ടിന്റെയും വാലൻസി 2 ആണ്. ആൻഡ് ഫോസ്ഫേറ്റിന്റെ വാലൻസി PO4 3- ആണ്. 3- ആയതുകൊണ്ട് അതിന്റെ വാലൻസി 3 ആണ്. സോ ഈ വാലൻസിയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. സോ ഇത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഓൾ റൈറ്റ്. ഇനി വാലൻസി എഴുതണമെങ്കിൽ, വാലൻസി അല്ല, നമ്മുടെ കെമിക്കൽ ഫോർമുല എഴുതണമെങ്കിൽ കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്? അതിലെ മെറ്റലിനാണ്. അതായത് ആ മെറ്റലിന്റെ പേരായിരിക്കണം നമ്മൾ ആദ്യം എഴുതുന്നത്, ഫോളോഡ് ബൈ ദ നോൺ മെറ്റൽ. നോക്കിക്കേ, കാൽഷ്യം ഓക്സൈഡ് എന്നുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇവിടെ കാൽഷ്യം മെറ്റൽ ആണല്ലോ, ഓക്സൈഡ് നോൺ മെറ്റൽ ആണല്ലോ. സോ അതുകൊണ്ടാണ് കാൽഷ്യത്തെ നമ്മൾ ആദ്യം എഴുതിയിട്ട് ഓക്സൈഡിന് രണ്ടാമത് എഴുതുന്നത്. ഇനി സോഡിയം ക്ലോറൈഡ് NaCl, ഇവിടെ സോഡിയം മെറ്റലും ക്ലോറൈഡ് ഒരു നോൺ മെറ്റലും ആയതുകൊണ്ടാണ് സോഡിയത്തിന് ഫസ്റ്റ് എഴുതിയത്, ക്ലോറൈഡിനെ സെക്കൻഡ് എഴുതിയത്. അയൺ സൾഫൈഡ് അയൺ മെറ്റൽ ആണ്, അതുകൊണ്ടാണ് അയണിനെ ഫസ്റ്റ് എഴുതിയത്. കോപ്പർ ഓക്സൈഡ്, കോപ്പറോ ഒരു മെറ്റലാണ്, അതുകൊണ്ടാണ് മെറ്റലിനെ ഫസ്റ്റ് എഴുതിയത്. സോ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ഉള്ള കോമ്പൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഒരു മെറ്റലിനെയാണ്, ഫോളോഡ് ബൈ ദ നോൺ മെറ്റൽ. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, എന്തൊക്കെയാ നമ്മൾ നേരത്തെ പറഞ്ഞേ?
ഇവിടെ പോളി അറ്റോമിക് അയോൺസ് ഉണ്ട് അല്ലെ. ഈ പോളി അറ്റോമിക് അയോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ എന്താ ചെയ്യേണ്ടേ, അവരൊരു ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ അവരുടെ റേഷ്യോ എഴുതുന്നതിന് വേണ്ടി. ഇവിടെ OH ഹൈഡ്രോക്സൈഡ് അയോണിന്റെ വാലൻസി 1 ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. 1 ആണെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 1 അല്ല 2 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം അതിന്റെ റേഷ്യോ എഴുതാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനി കുറച്ച് കോമ്പൗണ്ടുകളുടെ പേര് എഴുതാൻ പോവാണ്. കെമിക്കൽ കോമ്പൗണ്ട് അവരുടെ കോമ്പോസിഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് എഴുതാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു സിംഗിൾ ആയിട്ടുള്ള വാലൻസി എടുത്തിട്ടാണ് എഴുതാൻ പോകുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് HCl. നോക്കിക്കേ, ഹൈഡ്രജന്റെ വാലൻസി എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ. ക്ലോറിന്റെ വാലൻസി എത്രയായിരുന്നു? Cl മൈനസ് ആണ്, 1 ആണ്. സോ നമ്മൾ H എന്ന് എഴുതുന്നു, ഇപ്പുറത്തെ Cl എന്ന് എഴുതുന്നു, അതിന്റെ ചുവട്ടിലായിട്ട് രണ്ടുപേരുടെയും വാലൻസീസ് എഴുതുന്നു. ആൻഡ് നമ്മൾ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നു. അതായത് Clന്റെ വാലൻസിനെ നേരെ എടുത്ത് ഹൈഡ്രജന് കൊടുക്കുന്നു, ഹൈഡ്രജന്റെ വാലൻസിനെ നേരെ എടുത്തിട്ട് Clന് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? H1Cl1 എന്ന് കിട്ടും. 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടി? അവരുടെ ഫോർമുല HCl. ക്ലിയർ? അതേപോലെ നോക്കിക്കേ, ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജന്റെ വാലൻസി H+1 ആണ്, സൾഫൈഡിന്റെ വാലൻസിയോ S2 മൈനസ് ആണ്. സൾഫൈഡിന്റെ വാലൻസി 2 ആണ്. ആ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ അവിടെ മാറ്റി വെക്കുക, നമ്പർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ. സോ സൾഫറിന്റെ താഴെ നമ്മൾ എന്ത് എഴുതുന്നു? 2 എഴുതുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഹൈഡ്രജന്റെ സൾഫറിന് കൊടുക്കുക, സൾഫറിൻ്റെത് ഹൈഡ്രജനും കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? H2S1 എന്ന് കിട്ടുന്നു അല്ലെ, നമ്മളിങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ. സോ 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രജൻ സൾഫൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2S ആണ്. ക്ലിയർ ആണല്ലോ. അതേപോലെ കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബണും ക്ലോറൈഡും ആണ് ഉള്ളത്. നമ്മൾ കാർബൺ എന്ന് എഴുതുന്നു, ഇപ്പത്തെ ക്ലോറൈഡ് എന്ന് എഴുതുന്നു. കാർബണിന്റെ വാലൻസി എത്രയായിരുന്നു? കാർബൺ ഒരു ടെട്രാവാലന്റ് ആറ്റം ആണ്. കാർബണിന്റെ വാലൻസി 4 ആണ് അല്ലേ. സോ നമ്മളിവിടെ എന്താ എഴുതുന്നത്? 4 എന്ന് എഴുതുന്നു. ക്ലോറൈഡിന്റെ വാലൻസി Cl മൈനസ് ആണ്, അതുകൊണ്ട് നമ്മൾ -1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 1 എന്ന് എഴുതിയാൽ മതി. സോ ഇവിടെ എന്ത് എഴുതുന്നു? ചേഞ്ച് ചെയ്യുന്നു. സോ C1Cl4 എന്ന് കിട്ടുന്നു. സോ C1 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. CCl4. അപ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡിന്റെ ഫോർമുല എന്താണ്? CCl4 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്. ഇനി മെഗ്നീഷ്യം ക്ലോറൈഡ് നോക്കിക്കേ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ, എങ്ങനെയാ മെഗ്നീഷ്യം ക്ലോറൈഡ് എഴുതിയിരിക്കുന്നത്? മെഗ്നീഷ്യത്തിന്റെ വാലൻസി 2+, Mg2+ ആണ്. നമ്മൾ താഴെ 2 എന്ന് എഴുതുന്നു. ക്ലോറൈഡിന്റെ ആണെങ്കിലോ -1 ആണ് അല്ലെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ആ 1 എടുത്ത് താഴെ എഴുതുന്നു. ഇനി ഇന്റർചേഞ്ച് ചെയ്യുന്നു. Mg1Cl2. 1 എഴുതേണ്ട ആവശ്യമില്ല, MgCl2. ക്ലിയർ ആണല്ലോ. അപ്പൊ മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെത് MgCl2. ഇനി അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിലോ, അലൂമിനിയത്തിന്റെ പ്രത്യേകത, അലൂമിനിയത്തിന്റെ വാലൻസി 3+ ആണ്, Al3+ ആണ്. സോ നമ്മളിവിടെ അലൂമിനിയത്തിന് താഴെ 3 എന്ന് എഴുതുന്നു. ഓക്സിജന്റെയോ O2- ആണ് അല്ലെ. O2- ആയതുകൊണ്ട് തന്നെ നമ്മൾ 2- എഴുതേണ്ട ആവശ്യമില്ല, 2 എഴുതിയാൽ മതി. താഴെ 2 എഴുതുന്നു. സോ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് Al2O3. എന്താണ്? Al2O3. സോ അലൂമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Al2O3 ആണ്. അതേപോലെ ഏതാണ്? കാൽഷ്യം ഓക്സൈഡ്. ഇതൊക്കെ മിസ് എക്സാമ്പിൾസ് തരുവാണ്, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കാൽഷ്യം അഗെയിൻ 2+ ആണ്, താഴെ 2 എന്ന് എഴുതുന്നു. ഓക്സിജൻ 2- ആണ്, താഴെ 2 എന്ന് എഴുതുന്നു. രണ്ടുപേരുടെ എന്താണ്? 2 ആണ്, Ca2O2. അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്യാലോ. രണ്ടും ഒരേ 1 എഴുതുന്ന പോലെ തന്നെയല്ലേ 2 എഴുതിയാലും. സോ നമുക്ക് അത് എന്ത് ചെയ്യാം? CaO എന്ന് ഷോർട്ടാക്കി എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. സോഡിയം നൈട്രേറ്റും തന്നിട്ടുണ്ട്. സോഡിയം അതേപോലെ തന്നെ Na+ ആണ്, താഴെ 1 എഴുതുന്നു. NO3- ആണ്, താഴെ 1. അപ്പൊ രണ്ടുപേരും 1 ആണ് വരുന്നത്. സോ ക്രോസ് ചെയ്യുമ്പോൾ NaNO3. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡോ, കാൽഷ്യത്തിൻ്റെത് 2+ ആണ്, ഹൈഡ്രോക്സൈഡിൻ്റെത് എന്താണ്? OH- ആണ്. സോ -1 എന്ന് എഴുതുന്നു. സോ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് Ca1OH2 അല്ലെ. അപ്പൊ ഇവിടെ OH എന്നുള്ളത് എന്താണ്? പോളി അറ്റോമിക് അയോൺ ആണ്. ഇവിടെ 1 അല്ലാതെ വേറെ ഏത് റേഷ്യോ വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ CaOH twice എന്ന് ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ടുള്ളത്.
ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എത്രയാ? എയും കാർബണേറ്റും. Na+1 ആണ്, കാർബണേറ്റ് 2- ആണ്. അപ്പൊ നമ്മൾ 2 എന്ന് എഴുതുന്നു. Na2CO3. ആൻഡ് അമോണിയം സൾഫേറ്റോ? അമോണിയത്തിന്റെ NH4+ ആണ്, സൾഫേറ്റിന്റെ SO4 2- ആണ്. സോ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് NH4 twice SO4 എന്ന് വരുന്നു. ഓക്കെ, ഇവിടെ -1 വരുന്നതുകൊണ്ടാണ് SO4. സോ ഇവിടെ പോളി അറ്റോമിക് അയോൺ ആയതുകൊണ്ടാണ് ആ 2 ഇടുന്നതിന് മുമ്പ് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇത്രയും ഫോർമുലാസ് നമ്മൾ എഴുതി. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി മോളിക്യുലാർ മാസും അതുപോലെ തന്നെ മോൾ കോൺസെപ്റ്റും. എന്താണ് മോളിക്യുലാർ മാസ്? നമ്മൾ നേരത്തെ അറ്റോമിക് മാസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് വിളിക്കാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താണ് മോളിക്യുലർ മാസ്? യെസ്, എക്സാക്ട്ലി. ഒരു മോളിക്യൂളിന്റെ മാസിനെയാണ് നമ്മൾ മോളിക്യുലാർ മാസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആ മോളിക്യുലാർ മാസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് മോളിക്യുലാർ മാസ് കണ്ടുപിടിച്ചാലോ? സോ ഒരു മോളിക്യൂളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടോ അവരുടെ ഒക്കെ മാസുകളുടെ സമ്മായിരിക്കും നമ്മുടെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ആരുടെയാണ്? നമ്മൾ H2O മാസാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. H2Oയിൽ ആരൊക്കെയാണുള്ളത്? ഒരു ഹൈഡ്രജൻ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. സോ നോക്കിക്കേ, ഒരു ഹൈഡ്രജന്റെ മാസ് ഒരു U ആണ്, അതായത് ഒരു യൂണിഫൈഡ് മാസ് ആണ്. ഒരു ഓക്സിജന്റെ ആണെങ്കിലോ 16 U ആണ്, 16 യൂണിഫൈഡ് മാസ് ആണ് അല്ലെ. നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ, കാർബൺ 12 12 പീസാക്കി എന്നൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ. ഓൾറൈറ്റ്, ഇനി ഇവിടെ H2O ആണെങ്കിൽ, അതായത് 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 × 1 + 16 എങ്ങനെയാ വന്നേ? ഓക്സിജന്റെ മാസ് ആണല്ലേ. സോ 2 + 16 = 18 U എന്ന് കിട്ടുന്നു. അതായത് ഇതാണ് 18 U ആണ് നമ്മുടെ H2Oന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് U വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോളിക്യുലർ മാസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. ചെറിയൊരു കാൽക്കുലേഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, HNO3 നൈട്രിക് ആസിഡിന്റെ മോളിക്യുലാർ മാസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിൽ ആരൊക്കെയുള്ള? ഒരു ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട് ആൻഡ് 3 ഓക്സിജനും ഉണ്ട് അല്ലെ. സോ 1U + 14U + 3 × 16U, അതായത് 48U. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 63U എന്ന് കിട്ടും. സോ 63U ആണ് മോളിക്യുലാർ മാസ് ഓഫ് നൈട്രിക് ആസിഡ് ഓർ HNO3 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഗ്ലൂക്കോസ് നോക്കിക്കേ, ഗ്ലൂക്കോസിന്റെ ഫോർമുല ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇത് ചെയ്യണമെങ്കിൽ ഫോർമുല എന്താണെന്നുള്ളത് അറിയണം. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ മാസുകൾ അറിയണം. അതായത് കാർബണിന്റെ മാസ്, ഹൈഡ്രജന്റെ മാസ്, ഓക്സിജന്റെ മാസ്, ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നോക്കിക്കേ, ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണ്? C6H12O6 ആണ് അല്ലെ. സോ ഗ്ലൂക്കോസിൽ 6 കാർബൺ ആണുള്ളത്. സോ 6 × 12U + 12 ഹൈഡ്രജൻ ആണുള്ളത്. 12 × 1U + 6 ഓക്സിജൻ ആണുള്ളത്. സോ 6 × 16U. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 180U, 180U എന്നുള്ളത്. സോ 180U ആണ് ആരുടെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്? നമ്മുടെ ഗ്ലൂക്കോസിന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. H2SO4, സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൽ 2 ഹൈഡ്രജനും ഒരു സൾഫറും 4 ഓക്സിജനും ആണുള്ളത്. സോ ഈ 4 പേരുടെയും ഹൈഡ്രജന്റെയും സൾഫറിന്റെയും ഓക്സിജന്റെയും മാസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 × 1U + സൾഫറിന്റെ മാസ് എത്രയാണ്? 32U ആണ് അല്ലെ. പ്ലസ് ഓക്സിജന്റെ മാസ് എത്രയാണ്? 16U ആണ്. സോ 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 4 × 16U. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 98U എന്ന് കിട്ടും. സോ സൾഫ്യൂരിക് ആസിഡിന്റെ H2SO4ന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 98U ആണ്. ഓക്കെ, ഇനി ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഫോർമുല യൂണിറ്റ് മാസ്. ഒരു ഫോർമുല അല്ലെ. ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ സം ഓഫ് ദ അറ്റോമിക് മാസ് ഓഫ് എ ഫോർമുല യൂണിറ്റ് ഓഫ് കോമ്പൗണ്ട്. ഒരു ഫോർമുല യൂണിറ്റ് ഓഫ് കോമ്പൗണ്ടിലുള്ള അറ്റോമിക് മാസുകളുടെ സമ്മിനെയാണ് നമ്മൾ ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയാം. മെയിൻ ആയിട്ട് ഈ ഫോർമുല യൂണിറ്റ് മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അയോണിക് കോമ്പൗണ്ടുകൾക്ക് വേണ്ടിയിട്ടാണ്.
NaCl ഒരു അയോണിക് കോമ്പൗണ്ട് ആണല്ലോ, Na+and Cl- അല്ലെ. സോ ഇവിടെ എത്രയായി? സോഡിയത്തിന്റെ മാസ് 23 ആണ്, ക്ലോറൈഡിന്റെ മാസ് 35.5 ആണ്. രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 58.5 എന്ന് കിട്ടും. അതാണ് ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് NaCl. രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ഇതിന്റെ ഫോർമുല മാസ് എന്ന് വിളിക്കുന്നു, മറ്റേനെ മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതൊരു അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെയാണ് അതിനെ ഫോർമുല യൂണിറ്റ് മാസ് എന്ന് വിളിക്കുന്നത്. ഇനി CaCl2, കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യത്തിന്റെ മാസ് എത്രയാണ്? 40 ആണ് അല്ലേ. അതേപോലെ തന്നെ ക്ലോറൈഡിന്റെ മാസോ 35. ക്ലോറിന്റെ മാസ് 35.5 ആണ്. ഇവിടെ 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് 2 × 35.5 എന്ന് എടുക്കുന്നേ ഉള്ളൂ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 111 U എന്ന് കിട്ടും, 111 എന്ന് കിട്ടും അല്ലെ. സോ അതാണ് നമ്മുടെ ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. ഇനി സിങ്ക് ഓക്സൈഡ് ആണെങ്കിലോ, സിങ്കിന്റെ മാസ് 65 U ആണ്, ഓക്സിജന്റെ മാസ് 16 U ആണ്. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 81 U എന്ന് കിട്ടും. ഓക്കെ, ഇനി Na2O സോഡിയം ഓക്സൈഡ് ആണെങ്കിൽ സോഡിയത്തിന്റെ മാസ് എത്രയായിരുന്നു? 23 ആണ്. 2 സോഡിയം ഉള്ളതുകൊണ്ട് നമ്മൾ 2 × 23 എന്ന് കൊടുക്കുന്നു, +16 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 62 U എന്നാണ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മിസ് എന്തൊക്കെയോ കണക്കുകൾ എന്ന് പറഞ്ഞു അല്ലെ. സോ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ കൂട്ടുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ആറ്റത്തിന്റെ അറ്റോമിക് മാസും അതുപോലെ തന്നെ ഒരു കെമിക്കൽ കോമ്പൗണ്ടിന്റെ ഫോർമുലയോ ആണ്. ഓക്കെ, അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിന്ന് കണ്ടുപിടിച്ചത്, നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മളൊരു കെമിക്കൽ ഫോർമുല എന്താന്ന് പറഞ്ഞു, അതെങ്ങനെയാ എഴുതാന്ന് പറഞ്ഞു, വാലൻസി എന്താന്ന് പറഞ്ഞു, ആ വാലൻസി അറിഞ്ഞെങ്കിൽ മാത്രമേ കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, അറ്റോമിക് മാസ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ മോളിക്കുലർ മാസ് പറഞ്ഞു. അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. സോ ഇതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഒന്നുകൂടെ തറായിട്ട് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ മിസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നുടാ? ഖേലോ യൂത്ത് ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് 2024 കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബീഹാർ ആണ്. ബീഹാറിൽ വെച്ചിട്ടാണ് ഖേലോ യൂത്ത് ഗെയിംസ് 2025 നടക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് മിസ് ഒന്നുകൂടെ പറയുന്നു, ഇത് വൺസ് അഗൈൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി മാത്രമേ നിങ്ങൾക്ക് തറോ ആവുള്ളൂ. ഓൾറൈറ്റ്, സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ എല്ലാവരും വൺസ് അഗൈൻ ഒന്നുകൂടെ എല്ലാ പോർഷനിലൂടെ ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കുക. ഓൾറൈറ്റ്, സോ താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.